ഭാരതത്തിലെ 80 കോടി ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ.എൻ. രാധാകൃഷ്ണൻ പറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ പുതുപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നമ്മുടെ രാജ്യത്തെ ഭരണവർഗ മുന്നണികൾക്ക്, കോർപ്പറേറ്റ് രാജാക്കന്മാർക്ക് ഒരിക്കലും നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നരേന്ദ്രമോദി ഒരു പാവപ്പെട്ടവനാണ്. നിർധന കുടുംബത്തിൽ ജനിച്ച ആളാണ്. ചായ വിറ്റ് ജീവിച്ച ആളാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും അവശതയും വേദനയും ഒക്കെ മനസ്സിലാക്കി പാവപ്പെട്ടവന്റെ വികാരങ്ങൾ ഒപ്പിയെടുത്തൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ കുത്തക വർഗ പത്രങ്ങൾക്കും രാജ്യത്തെ കോർപ്പറേറ്റ് രാജാക്കന്മാർക്കും നമ്മുടെ രാജ്യത്തെ ഭരണവർഗ മുന്നണികൾ മുഴുവൻ നരേന്ദ്രമോദിക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുക. നാം ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പാവപ്പെട്ടവന് റേഷൻ കൊടുക്കുന്ന, അരി കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി, പാവപ്പെട്ട സർവമാന ആളുകൾക്ക് കിടപ്പാട് കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യത്തെ സർവമാന ആളുകൾക്കും ശ്രീമാൻ നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത് കിടപ്പാടമില്ലാതെ, അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ കീറപ്പായിൽ അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട ആളുകൾ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, അങ്ങനെ നിർധരരും നിരാലംബരുമായ ആളുകൾക്ക് കിടപ്പാടം സമ്മാനിച്ച ഒരു പ്രധാനമന്ത്രി. ഭാരതത്തിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലെയും പാവപ്പെട്ട ജനങ്ങൾക്ക് പാർപ്പിടവും ഭക്ഷണവും മരുന്നും നൽകിയ മോദി ഗവൺമെന്റിന്റെ ശോഭ കെടുത്തുക എന്ന അജണ്ടയുമായാണ് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ മാത്രം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് വൈകാനിടയാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ വളർച്ചയെ ലോകരാഷ്ട്രങ്ങൾ അസൂയയോടെയാണ് നോക്കിക്കാണുന്നത്. ലോകം മുഴുവനും ഇന്ന് ഭാരതത്തെ അംഗീകരിക്കുന്നതായും എ.എൻ. രാധാകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണം കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവർ ജയിലഴികൾക്കുള്ളിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ പി. സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. എ.ജി. തങ്കപ്പൻ, കെ. പത്മകുമാർ, ലിജിൻ ലാൽ, എസ്. രതീഷ്, അനിൽകുമാർ, ബാബുരാജ്, ബി. രാധാകൃഷ്ണ മേനോൻ, ഷാജി ശ്രീശിവം എന്നിവർ പ്രസംഗിച്ചു.